മാറഞ്ചേരി പഞ്ചായത്തിലെ പരിച്ചകം 11-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പൊതുശ്മശാനം പുനരുദ്ധരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്ന് മാറഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാറഞ്ചേരി പഞ്ചായത്തിലെ പരിച്ചകം 11-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പൊതുശ്മശാനം പുനരുദ്ധരിച്ച് പ്രവർത്തനക്ഷമമാക്കണമെന്ന് മാറഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കുറഞ്ഞ ഭൂമിയിൽ താമസിക്കുന്നവർക്കും ഭൂരഹിതർക്കും വളരെ ഉപകാരപ്രദമായ പഞ്ചായത്ത് ശ്മശാനം ചുറ്റുമതിൽ തകർന്ന് കാടുമൂടി അകത്തേക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത വിധം ശോചനീയാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. നിരന്തരം പരാതി ഉന്നയിച്ചിട്ടും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അവഗണന തുടരുകയാണ്. പഞ്ചായത്ത് പണം അനുവദിച്ച് ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ നന്നാക്കി ഗേറ്റ് നിർമ്മിച്ച് കാടും മാലിന്യങ്ങളും നീക്കം ചെയ്ത് ശ്മശാനം ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്നും അല്ലാത്ത പക്ഷം പഞ്ചായത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനിറങ്ങുമെന്നും മാറഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി ശ്രീജിത്ത് അറിയിച്ചു. മാറഞ്ചേരി പഞ്ചായത്തിന്റെ ഒരു അനാസ്ഥയാണ് ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നത്. മാറഞ്ചേരി പഞ്ചായത്തിലെ നിരാലംബരായ ആളുകൾക്കുള്ള ഒരു ശവസംസ്കാരം നടത്താൻ മാറഞ്ചേരി പഞ്ചായത്തിന്റെ അധീനതയിൽപ്പെട്ട ഒരു സ്ഥലമാണിത്. ഇവിടേക്ക് ഭരണാധികാരികളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. പാവപ്പെട്ടവർക്ക് ഇപ്പോൾ അവരെ സംസ്കാരം നടത്താൻ ഒന്നുകിൽ ഈശ്വരമംഗലത്ത് പോകണം, അല്ലെങ്കിൽ തുറവാണത്ത് പോകണം. ഈ മാറഞ്ചേരി പെരിച്ചകത്ത് ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ട് ഇതിന്റെ ചുറ്റുമതിലെല്ലാം തകർന്നു കിടന്നുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം സാമൂഹിക വിരുദ്ധരെ വിളയാട്ടം നടക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് കാണാം. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെയാണ് മാറഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും പെരിച്ചകം കോൺഗ്രസ് കമ്മിറ്റിയും മുന്നോട്ട് വന്നിട്ടുള്ളത്. വൈസ് പ്രസിഡന്റ് നസീർ മാസ്റ്റർ, വാർഡ് പ്രസിഡന്റുമാരായ മുനാസ് ടി കെ, മുഹമ്മദ് അലി മുട്ടിക്കയിൽ, ബൂത്ത് പ്രസിഡന്റ് സലാം പരിച്ചകം, രവീന്ദ്രൻ കെ, ശിവദാസൻ പരിച്ചകം, യൂനസ് തുടങ്ങിയവർ പങ്കെടുത്തു. പേജ് ന്യൂസ് പൊന്നാനി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.